ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MLA അറസ്റ്റിലായിരിക്കുകയാണ്. 2019 കാലത്ത് വിവാദ കാലഘട്ടത്ത് അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. ഇത് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയാണ്, ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണ കവർച്ചയും കട്ടിളപ്പാളിയിലെ സ്വർണം പൂശലും അടക്കമുള്ള ചെമ്പ് ആക്കി മാറ്റലും അടക്കമുള്ള കേസെന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന രീതിയിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് പത്മകുമാറിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇനി അറിയേണ്ടത്, പത്മകുമാർ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് പത്മകുമാറിന് അറിയാമായിരുന്നോ, അതോ ഈ പറയുന്നത് പോലെ ഈ സ്വർണം പങ്കിട്ടെടുത്തവരിൽ പത്മകുമാർ പെട്ടിട്ടുണ്ടോ? ഈ ചില ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സംശയനിഴലുമായിരുന്നു പത്മകുമാർ. ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കൂടി കാര്യം വരുമ്പോൾ, ആ രംഗത്തേക്ക് എത്തുമ്പോൾ, നേരത്തെ സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പാർട്ടിയും എടുത്ത നിലപാട് ശരിവെക്കുകയാണ്. ഈ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കളങ്കിതരായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സംശയനിഴലിലേക്ക് വന്നാൽ അവരെല്ലാം തന്നെ ആ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ പെടുക തന്നെ ചെയ്യും. ഒരാളെയും സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്ന് നേരത്തെ, ആരുടെയും സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയില്ലെന്ന് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അറസ്റ്റിലേക്ക് കൂടി നീങ്ങുമ്പോൾ അന്വേഷണം ശരിയായി തന്നെ പോകുന്നു എന്ന് താങ്കൾ വിലയിരുത്തുന്നു? പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ആർജവത്താണ്. ഇപ്പൊ വേണം വാദത്തിന് വേണ്ടിയിട്ട് കോടതി നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഏത് വമ്പൻ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു. ഒറ്റ കാര്യമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്തായതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ അറസ്റ്റ് നടന്നതും ഇതുപോലെയുള്ള സുതാര്യമായ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇപ്പോഴും നമുക്ക് അയാൾ തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, അന്വേഷണത്തിലൂടെ വന്നിരിക്കുന്ന വസ്തുതകൾ എന്താണെങ്കിലും അതിൽ സർക്കാർ ഇടപെടുന്നില്ല. തെറ്റ് ചെയ്തൊരു ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇന്ത്യൻ നിയമത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന ഒരു അധ്യായം. അതിന്റെ ധാർമ്മികത, ആർജവത്വം ഈ സർക്കാർ കാണിച്ചു. അതുകൊണ്ട് 100 ഇരട്ടി മാറ്റത്തോടുകൂടി ഈ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ തിളങ്ങി നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേണമെങ്കിൽ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അത് ചെയ്തെന്നൊക്കെ ഇവര് വേണമെങ്കിൽ നല്ല ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഈ വിഷയം വന്നതിന് ശേഷം പലതവണ ആവർത്തിച്ചു പറഞ്ഞു, ഗവൺമെന്റ് അന്വേഷണത്തിൽ ഇടപെടുന്നു, ഉന്നതന്മാരെ അറസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ മോളിൽ ചാർത്തി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു പറഞ്ഞതിന്റെ കൃത്യമായ മറുപടിയാണ് ഇന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പത്മകുമാർ ഒരു മുൻ MLA ആണ്. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. 2019 അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ കൊള്ള നടന്നതാണ് ഈ പറയുന്ന SITയുടെ കണ്ടുപിടുത്തം. വാർത്തകൾ അങ്ങനെയാണ്. നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. അതിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ബാലിശമാണ്. പക്ഷേ അവിടെ ഒരു പ്രസിഡന്റായി ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം പേപ്പറിൽ ഒപ്പിട്ടുവെങ്കിൽ അദ്ദേഹം അറിഞ്ഞാണോ അതോ ഈ പറയുന്ന തന്ത്രിയും, ഞാൻ അടിപൊളി ഇൻവെർട്ടറൊക്കെ അമ്മ തന്ത്രി അറിയാതെ കണ്ട് എന്തായാലും അവിടുന്ന് ഒരു സാധനം പോകാൻ പറ്റത്തില്ല. അപ്പൊ തന്ത്രി എല്ലാം കൂടെ കൂടി പോയി ഇത് മാറ്റണം, അത് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്തതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ നിലപാട് സ്വീകരിച്ചതാണോ? ഇതൊക്കെ ഇനി അദ്ദേഹത്തിൽ നിന്നുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ ഗവൺമെന്റിന്റെ ആർജവത്ത് നിസ്സാരമല്ല. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജനങ്ങളുടെ സമീപനത്തിൽ നിന്നും ഭക്തജനങ്ങളുടെ സമീപനത്തിൽ നിന്നും എല്ലാവരും മനസ്സിലാകുന്നത് ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ ഇത് പുറത്തു വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 1,82,00,000 രൂപയുടെ കണക്കെഴുതി 10 രൂപയുടെ സാധനം പോലും പഠിക്കാണ്ട് VS സുകുമാറിന്റെ അനിയൻ അന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയത്. ആ കൊള്ളയടി ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിന് പോയെങ്കിലും എന്തുകൊണ്ടാണ് അത് നടന്നത് നമുക്ക് ചിന്തിക്കണം. ഈ ഗവൺമെന്റിന്റെ അത് ആരെങ്കിലും ഒരു മന്ത്രിയുടെ അനിയനാ. ഇവിടെ ഏതെങ്കിലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഇവർക്ക് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം, CPM-നെ സംബന്ധിച്ചോളം, LDF-നെ സംബന്ധിച്ചോളം പത്മകുമാർ അല്ല, അതിലും വലിയ ആളെ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചിരുന്ന N വാസുവില്ല ആരായാലും കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം. അതിന് CPM-കാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ പാർട്ടിയുടെ നിലപാട് കുറ്റവാളികൾ പിടിക്കപ്പെടുക എന്നുള്ളതാണ്. അതിപ്പോൾ കൃത്യമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെന്റിന്റെയും നിശ്ചയദാർഢ്യം ഒരാൾക്കും കീഴ്പ്പെടാതെ ഒരു റെക്കമെൻഡേഷനും അല്ലെങ്കിൽ അതിൽ MLA ആണോ അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ ഒന്നും നോക്കിയില്ല. തെറ്റ് ചെയ്തൊന്ന് SIT കണ്ടുപിടിച്ചാൽ അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പിന്നെ ഇവർ തെറ്റുകാരാണോ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ആ കോടതിയിൽ വരുന്നതിന് മുമ്പേ ഇവരെ കുറ്റക്കാരുടെ കാണാൻ പറ്റത്തില്ല. പക്ഷേ SIT അറസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും സിംറ്റംസ് കിട്ടിയിട്ടായിരിക്കും. ലെറ്റ് ദം ഗോ. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്.